കേരളത്തിൽ നിലവിൽ ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ വൈദ്യുതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇടയ്ക്കിടെ അനുഭവപ്പെടുന്ന വൈദ്യുതി മുടക്കങ്ങൾ ട്രാൻസ്ഫോർമറുകളിൽ അമിതഭാരം വന്നപ്പോൾ സ്വയമേവ പ്രവർത്തനം നിലയ്ക്കുന്നതാണ് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. KSEB ബോധപൂർവം വൈദ്യുതി നിയന്ത്രിക്കുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ വൈദ്യുത ഉപഭോഗം ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ ഉയർന്നിരിക്കുകയാണ്. വേനൽക്കാലത്ത് ഗാർഹിക മേഖലയിൽ നിയന്ത്രണമില്ലാതെ ഉപയോഗം കൂടുന്നതും വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. പാചകവാതക ലഭ്യതയിലെ കുറവിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾ ഇൻഡക്ഷൻ കുക്കറുകളിലേക്ക് മാറിയതും വൈദ്യുതി ഉപഭോഗം കുത്തനെ വർദ്ധിക്കാൻ കാരണമായി. കനത്ത ചൂട് കാരണം വൈദ്യുതി ആവശ്യകത ഉയരുന്നതിനിടെ ഉപഭോക്താക്കൾ ഉപയോഗം നിയന്ത്രിക്കാൻ തയ്യാറാകാത്തത് വൈദ്യുതി ഗ്രിഡിന് സമ്മർദ്ദം സൃഷ്ടിക്കുന്നതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം 6195 മെഗാവാട്ട് പിന്നിട്ടതായും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ ഗ്രാമ-നഗര വ്യത്യാസമില്ലാതെ വൈദ്യുതി മുടങ്ങുന്നത് ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ലോഡ് റെസ്ട്രിക്ഷൻ നടപ്പിലാക്കുന്നുണ്ടെന്ന പ്രചരണങ്ങൾക്കിടയിലാണ് ഇത് സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണെന്ന മന്ത്രിയുടെ വിശദീകരണം. വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ആഴ്ച മുതൽ വൈദ്യുതി തടസ്സം കൂടുതൽ അനുഭവപ്പെട്ടിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങൾ സ്വയം നിയന്ത്രണം പാലിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.